റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉടൻ വരാൻ പോകുന്നുവെന്ന് ലോകമത് കാണാൻ പോകുന്നുവെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തത്സമയം ചേരുന്നു. ജലീൽ, ഗുഡ് മോർണിംഗ്. പറയൂ ജലീൽ, എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? സൗദിക്ക് നേരെ ആദ്യം കാര്യമായ ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സൗദിക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ 2 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായതായി സൗദി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് ഈ കെട്ടിടത്തിൽ തീപിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായി. ആളപായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. ആക്രമണത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിന് അമേരിക്ക നൽകാൻ പോകുന്ന മറുപടി എന്താണ് എന്ന് ലോകം ഉടൻ അറിയും എന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങൾ ഉടൻ അത് തന്നെ അറിയും എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതിലൂടെ മേഖലയിൽ കൂടുതൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുമെന്ന ഒരു സൂചന നൽകുകയാണ് ട്രംപ് ചെയ്യുന്നത്. ഇന്നലെ റസ്റ്റന്നൂറിലെയും അതോടൊപ്പം തന്നെ റസ്റ്റന്നൂറിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും അൽഖർജിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. അമേരിക്കൻ സൈനിക താവളം മാത്രമല്ല ഇറാന്റെ ലക്ഷ്യം, സൗദിയുടെ ജനവാസ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും കൂടിയാണ് ഇറാന്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാകുന്നത്. യമനിലെ ഹൂത്തികളുടെ കൂടി പിന്തുണ ഇറാന് ലഭിക്കുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിച്ചാലും മേഖലയിൽ പഴയ രൂപത്തിൽ അശാന്തി ഉണ്ടാകുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായും ഉണ്ട്. അതേസമയം ഉംറ തീർത്ഥാടകർ റമദാൻ മാസത്തിൽ നിരവധി ഉംറ തീർത്ഥാടകർ സൗദിയിലെത്തിയിട്ടുണ്ട്. ഇവരിൽ പലരും നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ, തിരിച്ചു പോകാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെങ്കിൽ മറ്റു ഗൾഫ് വിമാന കമ്പനികൾ വഴിയൊക്കെ ബുക്ക് ചെയ്തവരാണ് ഇപ്പോൾ തിരിച്ചു പോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നത്. അതേസമയം ഇൻഡിഗോ വിമാന സർവീസ് പ്രത്യേക സർവീസ് ഇന്നു മുതൽ ജിദ്ദയിൽ നിന്ന് നടത്തുന്നുണ്ട്. മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളിലേക്കാണ് പ്രത്യേക സർവീസ് നടത്തുന്നത്. നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഈ സർവീസുകൾ എന്ന് അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരെ ഇൻഡിഗോ ടീം തന്നെ നേരിട്ട് ബന്ധപ്പെടും. അതിനാൽ അറിയിപ്പ് ലഭിക്കാതെ ആരും വിമാനത്താവളത്തിലേക്ക് പോകരുത് എന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. സൗദി എയർലൈൻസിന്റെ സർവീസുകൾക്ക് മുടക്കമില്ല. ഇന്ത്യയിലേക്കൊക്കെ സൗദി എയർലൈൻസ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട്. സൗദിയുടെ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ സൗദി ഭരണാധികാരികൾ, പ്രത്യേകിച്ച് സൽമാൻ രാജാവും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. GCC പൗരന്മാരെ, അതായത് സൗദിയിലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന GCC പൗരന്മാരെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് താമസവും ഭക്ഷണവും മറ്റും നൽകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന GCC പൗരന്മാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുവൈത്ത് പൗരന്മാരെ റോഡ് മാർഗം കുവൈത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചു. ഇന്നലെ രാത്രിയാണ് ആദ്യ സംഘം പുറപ്പെട്ടത്. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായ എന്ത് സഹായത്തിനും ഇന്ത്യൻ എംബസിയോയുമായോ ഇന്ത്യൻ കോൺസുലേറ്റുമായോ ബന്ധപ്പെടാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ജിദ്ദയിലും മക്കയിലും ഒക്കെ ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പുറത്തു വന്നു. ജനജീവിതം സൗദിയിൽ സാധാരണ നിലയിലാണ്, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. രാജ്യത്തിന്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ സ്വദേശികൾ, പ്രവാസികൾ, തീർത്ഥാടകർ ഇവിടെയൊക്കെ സംരക്ഷണവുമാണ് പ്രധാനം എന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വ്യാജ വാർത്തകളും അതോടൊപ്പം തന്നെ വീഡിയോകളും ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ല. ഔദ്യോഗിക സോഴ്സുകളിൽ സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.